നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ദുരിതാശ്വാസത്തിൽ ഞെട്ടിപ്പിക്കുന്ന സർക്കാർ കണക്ക്. ഭക്ഷണത്തിനായി ചെലവാക്കിയത് 10 കോടി. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയെന്നും സർക്കാർ. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് ഭക്ഷണം വാങ്ങാൻ 8 കോടി. സർക്കാർ കണക്ക് നൽകിയത് ഹൈക്കോടതിയിൽ. കണക്കുകൾ കള്ളം പറയുന്നെന്ന് വയനാട് ജില്ലാ പഞ്ചായത്തും ബത്തേരി MLA. മൈനാഗപ്പള്ളിയിലെ വാഹനാപകടം. മദ്യലഹരിയിൽ കാർ ഓടിച്ചിരുന്ന അജ്മലും ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നു. ഇരുവരും കസ്റ്റഡിയിൽ. യുവ വനിതാ ഡോക്ടറെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. നിപ്പ റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ വാർഡുകളിൽ അതീവ ജാഗ്രത. മാസ്ക് നിർബന്ധമാക്കി. പൊതുചടങ്ങുകളിൽ കൂടിച്ചേരൽ നിരോധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം. പനി ബാധിച്ചവരെ കണ്ടെത്തുന്നതിനുള്ള സർവേക്ക് തുടക്കം. പൊന്നോണക്കാലത്തിന് സമാപനമാകുന്നു. ഇന്ന് അവിട്ടം, ചിങ്ങമാസത്തിലെ അവസാന ദിനം. രഞ്ജിത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. മൊഴി രേഖപ്പെടുത്തുക ഓൺലൈനായി. കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിച്ചേക്കും. മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നവംബറിൽ ശ്രീലങ്കയിൽ. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുകയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തുവന്നു. ഓരോന്നിനും ചെലവാക്കിയത് സാധാരണയിൽ നിന്നും നിരവധി ഇരട്ടി തുകയാണ്. വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവിനായി കാണിച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. ദുരന്ത മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കിയതിന് 3 കോടി രൂപയും വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടിയും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2.76 കോടി രൂപയും ബെയിലി പാലം നിർമ്മാണത്തിന് 1 കോടി രൂപയുമാണ് കണക്ക് പ്രകാരം ചെലവായിട്ടുള്ളത്. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, സർക്കാർ കണക്ക് എങ്ങനെയാണ്? ഇത് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിൽ ആണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇതാണ് ഇതിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി അതിനുശേഷം സെപ്റ്റംബർ 6 ഡിവിഷൻ ബെഞ്ച് പുറത്തുവിട്ട വിധിയുടെ ഉത്തരവിന്റെ ഉള്ളടക്കത്തിലാണ് ഈ കണക്കുമായി ബന്ധപ്പെട്ട് സർക്കാർ സമർപ്പിച്ച കണക്കുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ആ വിശദാംശത്തിലാണ് ചില പൊരുത്തക്കേടുകൾ സ്വാഭാവികമായും ആശ്ചര്യം ഉണർത്തുന്ന കണക്കുകൾ ഉണ്ടാവുന്നത്. ആ കണക്കുകളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. 359 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നേരത്തെ വയനാട്ടിലെ വിവിധ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സൂചിപ്പിച്ചത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ആരാധനാലയങ്ങളിൽ, പള്ളികളിലടക്കം സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഒരുപക്ഷെ 359 മൃതദേഹങ്ങൾ സർക്കാരിന്റെ ചെലവിൽ സംസ്കരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിനായി 2,76,00,000 രൂപ ചെലവിട്ടു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 75,000-നടുത്ത് രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാൻ വരുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഇപ്പോൾ ഈ ജനപ്രതിനിധികൾ വെച്ച് നോക്കുമ്പോൾ അതിലും കൂടുതൽ, അതായത് 359 മൃതദേഹങ്ങളിൽ ഒട്ടുമിക്ക മൃതദേഹങ്ങളും ബന്ധുക്കൾ ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾ സംസ്കരിക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 75,000-ൽ കൂടുതൽ തുക ചെലവ് ആക്കിയിട്ടുണ്ട് എന്ന് വേണം ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുമ്പോഴും ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണത്തെക്കാൾ ഏറെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവേണ്ടതുണ്ട്. സർക്കാരിന്റെ അടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ അടക്കം ദുരിതാശ്വാസ നിധിയിലേക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സഹായം ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ട്. എങ്കിൽ പോലും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അല്പം ആശ്ചര്യം ഉണ്ടാക്കുന്നത് തന്നെയാണ്. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സർക്കാർ വാദം തള്ളി ജില്ലാ പഞ്ചായത്തും IC ബാലകൃഷ്ണൻ MLA-യും രംഗത്തെത്തി. മാനദണ്ഡമാവാതെ അത് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കണക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കണക്കാണ്. പല മേഖലകളിലും മൃതദേഹത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട്
പറയുന്ന ചെലവ് അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുത്തണം. കാരണം നമുക്ക് പുത്തുമലയിലാണ് സംസ്കരിച്ചത്, അവിടെ ഭൂമി നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. അവിടെ കുഴിയെടുക്കുക എന്ന് പറയുന്നത് JCB ഉപയോഗിച്ച് നമ്മൾ ചെയ്തു, അതൊരു ചെലവ് തന്നെയാണ്. പക്ഷെ അത് പഞ്ചായത്തും കൂടെ അതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. പിന്നെ അവിടെ കൃത്യമായൊരു രീതിയിലുള്ള മറവ് ചെയ്യുന്നതൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തതാണ്. ഒരു അത്രയും മൃതദേഹങ്ങൾ നമ്മൾ പുത്തുമലയിൽ സംസ്കരിച്ചിട്ടില്ല. കാരണം നമ്മൾ പലതും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതാണ്. വിട്ടു നൽകിയ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയവർക്ക് ചെലവിന് വേണ്ടി നമ്മൾ കൊടുത്തത് 10,000 രൂപയാണ്. അവരത് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 50ഓളം മൃതദേഹങ്ങൾ മേപ്പാടിയിലാണ് സംസ്കരിച്ചത്, പള്ളിയിലാണ്, ചൂരൽമല സഭ നമ്മുടെ പള്ളി ചർച്ചിൽ സംസ്കരിച്ചിട്ടുണ്ട്, പൊതു ശ്മശാനത്തിലുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ക്യാമ്പുകളിലേക്ക് ഉള്ള ആളുകൾക്ക് വസ്ത്രം നൽകി എന്ന് പറയുന്നതിൽ ഒരു വലിയ തുക കാണിക്കുന്നുണ്ട്, 10 കോടി. അപ്പൊ അത്രയും ആളുകൾക്ക് വസ്ത്രം ഒരുപാട് സൗജന്യമായി നമുക്ക് കിട്ടിയിരുന്നു. ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഒരു ഔട്ട്ലെറ്റ് പോലെ തന്നെ വസ്ത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും സൗജന്യമായി എടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം സർക്കാരിന്റെ സംവിധാനത്തിലേക്ക് നമ്മൾ വസ്ത്രങ്ങൾ ഒരുപാട് കൊടുത്തിരുന്നു. വസ്ത്രം കൊടുത്തു എന്ന് പറയാൻ കാരണം പഴകിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പഴകിയ വസ്ത്രങ്ങൾ തന്നെ ഏകദേശം 6-7 ടണ്ണ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പഴകിയ വസ്ത്രങ്ങൾ മുഴുവൻ നമ്മൾ മാലിന്യ സംസ്കാരത്തിന്റെ ഭാഗമായി തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വസ്ത്രങ്ങൾ പഴകിയ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി പുതിയ വസ്ത്രങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ കണക്ക് കേട്ടപ്പോൾ ഞാൻ നേരിട്ട് കണ്ടില്ല. ഗവൺമെന്റിന്റെ കണക്ക് എത്രത്തോളം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ പുറത്ത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നുക. അത്ഭുതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ജൂലൈ 30 മുതൽ ഒരു 12 ദിവസം ഞാൻ അവിടെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിച്ചത് സത്യത്തിൽ അവിടുത്തെ വിവിധ സംഘടനകള്, വിവിധ ജില്ലകളില് വിവിധ സംഘടനകള്, വിവിധ മതസംഘടനകള്, അങ്ങനെയുള്ള ടീമാണ് അവിടെ ഭക്ഷണം എത്തിച്ചത്. ആ ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 10 കോടിയുടെ കണക്ക് ഭക്ഷണ ചെലവിൽ വരാൻ വേണ്ടി എവിടെയാണ് ഗവൺമെന്റ് ഭക്ഷണം ഏൽപ്പിച്ചത്? ആരാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഭക്ഷണത്തിന്റെ പൈസ കിട്ടിയോ? ഇല്ല, ഞങ്ങളെല്ലാം സൗജന്യമായിട്ട് കൊടുത്തെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ ഭക്ഷണത്തിന്റെ ചെലവ് 10 കോടി വരിക? അതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിവാദം ഈ കണക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വരും മണിക്കൂറുകളിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കൊല്ലം വൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ പ്രതി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയും മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്ത് പോയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. അജ്മൽ ലഹരി വിൽപ്പന നടത്തിയതിന് നേരത്തെയും കേസുണ്ട്. കസ്റ്റഡിയിലെടുത്ത അജ്മലിനെതിരെ നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. കാറെടുപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊട്ടാരക്കരയിൽ. കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി വിനീഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് ഈ 2 പേരും കാറിലുണ്ടായിരുന്ന 2 പേരും മദ്യപിച്ചിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അശ്വതി, അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു കേസിനാസ്പദമായ സംഭവം തന്നെ നടക്കുന്നത്. ഏകദേശം വൈകുന്നേരം 6:45 കൂടിയാണ് കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി സമീപത്ത് വെച്ചിട്ട് വാഹനം അപകടത്തിൽപ്പെടുന്നത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന 2 പേരെ ഈ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ ഡ്രൈവറായിരുന്ന അജ്മൽ വാഹനം നിർത്താതെ അവിടെ നിന്നും രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട യാതൊരു മര്യാദകളും പാലിക്കാതെയായിരുന്നു ഈ അജ്മൽ വാഹനം ഓടിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം നാട്ടുകാർ ഇടപെട്ട് വാഹനം നിർത്തണം എന്നാവശ്യപ്പെട്ടിട്ട് പോലും വാഹനം നിർത്തിയില്ല. ഈ അപകടത്തിൽപ്പെട്ട ഈ യുവതി വാഹനത്തിനെ അടിപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അവരുടെ ദേഹത്തൂടെ വാഹനം കയറ്റിയിറക്കിയാണ് കൊണ്ടുപോയത്. അങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ അജ്മലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ അവിടെ നിന്നും ഈ അജ്മൽ ഒരുപക്ഷെ വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് അതേ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ അജ്മൽ വാഹനം നിർത്താതെ കടന്നു കളഞ്ഞൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് അജ്മലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അജ്മലിന്റെ പശ്ചാത്തലം
പോലീസ് വിശദമായിട്ട് തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും 5-ൽ പരം കേസുകളിൽ പ്രതിയാണ് ഈ അജ്മൽ എന്നും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടെല്ലാം ഈ അജ്മലിനെ കേസ് നിലനിൽക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് കേസുള്ളത്. പോലീസ് അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം കാണുന്നത്. ശരി, എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ഈ അപകടവുമായി ബന്ധപ്പെട്ട് അജ്മലിനൊപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. നടൻ രഞ്ജിത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. ഓൺലൈനായാണ് മൊഴിയെടുക്കുക. കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിച്ചേക്കും. ബലാത്സംഗ കേസിൽ അതിൻ്റെ അന്വേഷണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ പരാതിക്കാരിയായ നടിയുടെ മൊഴിയെടുക്കുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിൽ അവർക്ക് കേരളത്തിലേക്ക് വരാനായിട്ട് അസൗകര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഓൺലൈനായി അവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആഴ്ച മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ആഴ്ച നടിക്ക് കൂടി, പരാതിക്കാരിക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ അവർ പറയുന്ന ഒരു സമയവും കോടതിയുടെ സൗകര്യവും നിശ്ചയിച്ചുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അവർ ബംഗാളിലെ അലംപൂർ സെഷൻസ് കോടതിയിൽ ഹാജരാകുകയും അവിടെ നിന്ന് ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് നടപടികൾ കടന്നിരിക്കുകയാണ്. നേരത്തെ രഞ്ജിത്തിനെ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പലരിൽ നിന്ന് മൊഴിയെടുക്കലും അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ അപമാനിക്കിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം അവിടെ പരിശോധനയ്ക്കായി തെളിവെടുപ്പിനായി എല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കേസിൻ്റെ നടപടികൾ തീരുന്ന മുറയ്ക്ക് ഈ ആഴ്ചയോടുകൂടി തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഹേമ കമ്മിറ്റിയെ സംബന്ധിയായ കാര്യങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരാതിയായിരുന്നു രഞ്ജിത്തിനെതിരെ ഉയർന്നിരുന്നത്. ആ പരാതിയുടെ ഒരു അന്തിമഘട്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. നടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി WCC. റിപ്പോർട്ടർ ടിവിക്കെതിരെയാണ് കത്ത്. നിരുത്തരവാദപരമായ മാധ്യമ വിചാരണ നടത്തിയെന്നും മൊഴികൾ പുറത്തുവരുന്നുവെന്നും കത്തിൽ പറയുന്നു. സ്വകാര്യതയുടെ ലംഘനമാണ് ഇത് എന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എറണാകുളം മരോട്ടിച്ചോട് കൊലപാതക കേസിൽ 2 പേർ പിടിയിൽ. കൊല്ലം തൃപ്പൂണിത്തുറ സ്വദേശികളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇരുവരും കൊല്ലപ്പെട്ട പ്രവീണിന്റെ സുഹൃത്തുക്കളാണ്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇന്നലെ പുലർച്ചെയാണ് മരോട്ടിച്ചോട് പാലത്തിന് സമീപം പ്രവീണിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സമയം MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന പരാതി അന്വേഷിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അന്വേഷിക്കണമെന്ന ശുപാർശ DGP നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. PV അൻവറാണ് DGPക്ക് പരാതി നൽകിയത്. ADGP MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് സർക്കാരിന്റെ നിർണായക തീരുമാനമുണ്ടാകേണ്ടത്. വളരെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ADGP MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതി നൽകിയത് PV അൻവറാണ്. DGPക്ക് അൻവർ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP ഷേഖ് ദർവേസ് സാഹിബ് പിന്നീട് മുഖ്യമന്ത്രിക്ക് അന്വേഷണം ആവശ്യമാണെന്ന് കാട്ടിയുള്ള ശുപാർശ നൽകുകയും ചെയ്തു. അന്വേഷണം ഉണ്ടാകുമെന്ന വിവരം തന്നെയാണ് പുറത്തുവരുന്നത്. ADGP കവടിയാറിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ആവശ്യം. മറ്റൊന്ന്, യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് ഏതാണ്ട് 1.5 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന പരാതി കൂടി അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള പരാതികൾക്ക് പുറമെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ഇടപാടുകൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, അതോടൊപ്പം തന്നെ പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്ന രീതി, സ്വർണ്ണക്കടത്തിന് പിന്തുണ നൽകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം. ഇത് നേരത്തെ തന്നെ PV അൻവർ മുഖ്യമന്ത്രിക്കുള്ള പരാതിയിലും അതോടൊപ്പം പാർട്ടി സെക്രട്ടറിക്കുള്ള പരാതിയിലും സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ADGPയുടെ മൊഴി DGP രേഖപ്പെടുത്തിയ ദിവസം വൈകിട്ട് അൻവർ നേരിട്ട് തന്നെ പോലീസ് ആസ്ഥാനത്തെത്തി ഈ പരാതി കൈമാറിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു DGP മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത്. BV വിനോദ്, News 18, തിരുവനന്തപുരം.
കാക്കനാട് 2 പേർക്ക് വെട്ടേറ്റു. പ്രദീപ്, രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാക്കനാട് സ്വദേശി പ്രദീപിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടുകയായിരുന്നു. പ്രദീപിനെ ആക്രമിച്ച രഞ്ജിത്തിനും വെട്ടേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കഴുത്തിന് വെട്ടേറ്റ പ്രദീപിന്റെ നില ഗുരുതരമാണ്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് നിരവധി കേസുകളിലെ പ്രതിയാണ്. കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപം കണ്ണങ്കേരി വാർഡിലായിരുന്നു സംഭവം. നബിദിന റാലിയിൽ മാവേലി എത്തി മധുരം പങ്കിട്ടും ആശംസകൾ അറിയിച്ചതും കൗതുകമായി. കൊട്ടാരക്കര തലച്ചിറയിലെ വടക്കേക്കര ബ്രദേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷമാണ് ശ്രദ്ധേയമായത്. എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിക്കുന്നതാണല്ലോ ഓണം. ഓണത്തിന് മഹാബലി ഇല്ലാതെ ഒരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര തലച്ചിറയിലാണ്. ഓണാഘോഷത്തോടൊപ്പം തന്നെ നബിദിനവും കൂടി വന്നപ്പോൾ നബിദിന റാലിക്ക് വരവേൽപ്പ് നൽകിയത് മഹാബലി. ഒരുപാട് വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്, അല്ലേ? മഹാബലി, എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഓണമൊക്കെ? എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ. അല്ല, ഈ ഒരു ഓണത്തിന്റെ പ്രത്യേകതയുണ്ട്, നബിദിനവും കൂടിയാണ്. അപ്പൊ എന്താണ് എത്താൻ കാരണം? ഇവിടെ കുറെ യൂത്ത് ഒരുപാട് പേരുണ്ട്. വടക്കേക്കര ബ്രദേഴ്സ് എന്ന വലിയൊരു കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, എന്താ ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത്? ഇതിപ്പോ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമാണ്. നബിദിനവും ഓണോടെ ഒന്നിച്ചു വന്നു. അതിൽ മാവേലിയെ പങ്കെടുപ്പിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിനോട് ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളെല്ലാം ചെയ്ത് നാടിന് ഒരു നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ഓണവും നബിദിനവും ഒന്നിച്ചു വന്നു. അതിന്റെ പേരിൽ ഞങ്ങളൊരു കുതിര സാബു ചാനയും മുട്ടി. പുള്ളിക്കാരൻ മാവേലി ആവാൻ തയ്യാറായി. ആ പുള്ളിയോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് ഈ ഒരു കൂട്ടായ്മ, അല്ലെ? സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. ഞങ്ങള് കുറെ തലച്ചിറ അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടൊരു കൂട്ടായ്മ ഉണ്ടായതാണ്. അതിന്റെ ഭാഗമായി പിന്നെ ഈ പള്ളി കൂദാശ, അതുപോലെ നബിദിനങ്ങള്, പിന്നെ ഇവിടുത്തെ എന്ത് കാര്യങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങളിൽ കൂട്ടി ഓരോ 100 രൂപയിൽ കൂട്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. പിന്നെ കുറച്ച് പ്രവാസികളും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ സാബുചാനെ പോലുള്ളവരുടെയൊക്കെ ഒരു പിന്തുണയും. രണ്ടാം വർഷമാണ് ഇത്. എന്റെ പ്രിയ സുഹൃത്ത് സാബു ജോർജ് പിന്നെ മാവേലിയുടെ വേഷമായിട്ട് ഇറങ്ങിയത് നബിദിന റാലിയെ വരവേൽക്കാനാണ്. ഇതാണ് തലച്ചിറ എന്ന് പറയുന്നത്. ഈ നാടിന്റെ ചരിത്രവും പാരമ്പര്യവും ഇതാണ്. ഏത് മതത്തിന്റെ ആയാലും അമ്പലത്തിലെ ഉത്സവമാവട്ടെ, പള്ളിയുടെ കൂദാശയാവട്ടെ, അതല്ലെങ്കിൽ പിന്നെ നബിദിന റാലി, റംസാൻ മാസത്തിലെ ഇഫ്താർ, ഇങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഈ നാട്ടിലെ ഒരു പരിചിതമായ ആളുകൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണിത്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇതിന്റെ ഒരു പ്രവർത്തനായിട്ട് രക്ഷാധികാരി എന്ന നിലയിൽ ഇതിൽ നിൽക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷവും ഈ ഓണം നബിദിനം എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ആവേശം, ഈ നാടിന് വേണ്ടി ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്ന ഇതാണ് ഈ നാടെന്നുള്ളത് എല്ലാവർക്കും കാണാൻ അറിയാൻ ഒരു അവസരമായത്. ഈ വടക്കേക്കര എന്ന പ്രദേശത്ത് രൂപം കൊണ്ടിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആവുന്നു. ഞങ്ങൾ ഈ ഓണവും നബിദിനവും ഒന്നിച്ചു വന്ന ഈ വേളയിൽ ഒരു മഹാബലിയൊക്കെ ഇറക്കി ആ മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ചെറിയ ബഡ് സ്കൂളുണ്ട്. 50ഓളം കുട്ടികൾ, അംഗവൈകല്യമുള്ള 50ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയ സ്കൂളുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഒരു സദ്യയാണ്, ഒരു ഓണസദ്യയാണ് നല്ല രീതിയിൽ നടത്താൻ പോകുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു, നബിദിനാശംസകൾ. ആഘോഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വിപുലമായ ആഘോഷ പരിപാടികളാണ് വടക്കേക്കര ബ്രദേഴ്സ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 2 മാസം പൂർത്തിയാകുന്നു. അർജുനായുള്ള തെരച്ചിൽ ബുധനാഴ്ചയോടെ പുനരാരംഭിച്ചേക്കും. നാളെ ചേരുന്ന നിർണായക യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ശിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 2 മാസം പൂർത്തിയാകുന്നു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ 11 പേരെയാണ് അപകടത്തിൽ കാണാതായത്. ഇതിൽ ചായക്കട നടത്തുകയായിരുന്ന ലക്ഷ്മണൻ ഉൾപ്പെടെ 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇവർക്കായുള്ള തിരച്ചിൽ 2 തവണ നിർത്തിവെക്കേണ്ടി വന്നു. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ച് അർജുന്റെ വാഹനത്തിലെ മരം കെട്ടാൻ ഉപയോഗിച്ച കയർ നേരത്തെ കണ്ടെത്തിയിരുന്നു. നിലവിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ബുധനാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്തെത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചൊവ്വാഴ്ച ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കാർവാറിൽ ചേരുന്ന നിർണായക യോഗത്തിൽ
ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ, സ്ഥലം MLA സതീഷ് സെയിൻ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നാവികസേനയുടെയും ഈശ്വർ മൽപ്പ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നാളെ ഡ്രഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ഷിരൂരിലേക്ക് പുറപ്പെടാനാണ് ആലോചന. കാർവാർ തുറമുഖത്തു നിന്ന് ഷിരൂറെത്താൻ 10 മണിക്കൂർ സമയമെടുക്കും. വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ 2 പാലങ്ങളും കടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും. ക്രെയിൻ അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിന് അടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്. നിലവിൽ ഈ ആഴ്ച ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പും അനുകൂലമാണ്. ന്യൂസ് 18 ശിരൂർ. തിരുവോണ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഹോം ഗ്രൗണ്ടിൽ നിന്ന് കണ്ണീരോടെ വിട. പഞ്ചാബിനോട് തോറ്റതിന്റെ നിരാശയിലാണ് ആരാധകർ. എങ്കിലും നല്ലൊരു തിരിച്ചുവരവ് നടത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ചിലരെങ്കിലും. ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിൽ തന്നെ കാലിടറിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ കൂടുതൽ ഡിഫൻസിലേക്ക് പോയ ഒരു മത്സരം, അതിന്റെ ഒരു അവസാന മിനിറ്റിൽ മാത്രമാണ് അല്പമെങ്കിലും ആവേശത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഏതാണ്ട് അവസാന ഒരു 10 മിനിറ്റുകളിലാണ് 3 ഗോളുകൾ വരുന്നത്. ഈ 2 ടീമുകളുമായി 3 ഗോളുകൾ നേടുന്നത്. എന്തായാലും 1-നെതിരെ 2 ഗോളുകൾക്ക് പഞ്ചാബ് FC ഇവിടെ കൊച്ചിയിൽ വിജയം നേടിയിരിക്കുന്നു. ഇതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇവിടേക്ക് എത്തിയത്. കാരണം ഇന്ന് തിരുവോണ ദിവസം വിജയത്തോടുകൂടി തുടങ്ങാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയിലെല്ലാം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. പക്ഷേ ഇന്നത്തെ ഒരു മത്സരം അത്ര കണ്ട ഒരു പ്രതീക്ഷയിലേക്കല്ല. എങ്ങനെയിരുന്നു ചേട്ടാ മത്സരം? കളി അടിപൊളിയായിരുന്നു. നല്ല കളിയായിരുന്നു. ലാസ്റ്റ് അവരെ അടിച്ചിട്ട് ഗോളായി. പ്രതീക്ഷിച്ചില്ല അങ്ങനെ. പക്ഷേ കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. അവസാനം തിരിച്ചടിച്ചു. അടുത്ത കളി പിടിക്കാം. ലൂണ തന്നെ ലൂണ. എന്തായാലും ഒരു രക്ഷയില്ല. ടീം ബമ്പം പരാജയമാണ്. ബമ്പം പരാജയം. എവിടേക്കും എത്തൂല. നമ്മള് പ്രതീക്ഷിച്ചമായിരുന്നല്ല. ടീം നല്ല ടീമാന്ന് പ്രതീക്ഷ വന്നതാണ്. ടീം ഒരു കാരണവശാലും എവിടേക്ക് എത്തിപ്പോകാൻ പാടില്ല. എത്തൂല. എങ്ങനെ പോണേ? ഒരു രക്ഷ സ്റ്റാമിന വന്ന് ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു പ്രതീക്ഷ തന്ന് കപ്പ് എന്തായാലും അടിക്കുന്നൊക്കെ പറഞ്ഞ് വന്നത്. പക്ഷെ നമ്മളെ ടീം മൊത്തം വീക്കാണ്. സ്റ്റാമിനല്ല. പോയതാണ് നമുക്ക് ഏറ്റവും നഷ്ടം. സ്റ്റാർ വന്നിട്ട് നമുക്കൊന്നും കഴിയില്ല. ഇവാനാശം പോയത് നമുക്ക് വമ്പ നഷ്ടമാണ്. ഈ കളി പോയ അടുത്ത കളി അതെ അത്രേ ഉള്ളൂ. തിരിച്ചു വരും ഇന്ന് പോയിട്ട് നാളെ വരും. തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. എന്തായാലും ഒരു കളിയല്ലേ തോറ്റുള്ളൂ. അപ്പൊ നാളെ ഇനി പിന്നെ കളിയില്ലേ? 18 കളിയില്ലേ? ഞാൻ കഴിച്ചോളൂ. കപ്പ് കേരളക്കുള്ള ഇങ്ങനെ എന്താ തോറ്റെങ്കിലും ഇനിയും ഇഷ്ടംപോലെ കളികളുണ്ടല്ലോ. നമ്മളെ ജയിച്ചു വരും. നമ്മുടെ കളി നമ്മൾ പ്രാക്ടീസ്. എന്തായാലും വലിയ പ്രതീക്ഷകളോടെ വന്ന ആരാധകർക്ക് നിരാശയുണ്ട്. കാരണം സ്വാഭാവികമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അടുത്ത മത്സരത്തിലൂടെയൊക്കെ തിരിച്ചു വരാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. കപ്പ് നമുക്ക് എന്തായാലും കിട്ടും. ഓട്ടില്ല. കപ്പ് നമ്മളടിക്കും. കപ്പ് നമ്മുടെ കയ്യിലിരിക്കും. ആവേശം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം അടുത്ത മത്സരത്തിലൂടെ തിരിച്ചു വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് യോഗം ചേർന്ന് തീരുമാനിക്കും. ഇവിടെ നിയന്ത്രണങ്ങൾ വന്നിരിക്കുകയാണ്. 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. ഒപ്പം കടകളടക്കം നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തിക്കുക. മലപ്പുറത്ത് മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡുമാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത്. ഇവിടെ കടകൾക്ക് പ്രവർത്തനത്തിന് അനുമതിയുള്ളത് 10 മുതൽ 6 വരെ മാത്രമാണ്. ആളുകൾ കൂട്ടം കൂടുന്നതിനും കർശന നിരോധനമുണ്ട്. ഈ മേഖലയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന നബിദിന ഘോഷയാത്രകൾ മാറ്റിവെക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇടങ്ങളിലൊക്കെ തന്നെ പനി സർവേ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെടുന്ന സംഘമാണ് ഈ ഒരു പനി സർവേ നടത്തുന്നത്. 5 വാർഡുകളിലായി 50 അംഗ
ടീമാണ് ഈ സർവേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പനി ഈ ഒരു മേഖലയിൽ ഉള്ള ആളുകളിലെ ഓരോ വീടുകളിലും ചെന്ന് അവർക്ക് പനി ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ മറ്റെന്തെങ്കിലും ഈ നിപ്പയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളുണ്ടോ, ഈ ഒരു നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപഴകിയിട്ടുണ്ടോ, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ ഒരു സർവേയുടെ ഭാഗമായിട്ട് ശേഖരിക്കുന്നുണ്ട്. നേരത്തെ പാണ്ടിക്കാട് ഈ ഒരു നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ അന്ന് ഫലപ്രദമായി നടപ്പാക്കിയ അതേ ശൈലിയിൽ തന്നെയാണ് തിരുവാലിയിലും ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ തിരുവാലിയിൽ മാസ്ക് കർശനമാക്കിയതായിട്ട് പഞ്ചായത്ത് ഭരണകൂടം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ ഏർപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവാവിന് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ബംഗളൂരുവിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ബംഗളൂരിൽ നിന്നാണോ അതോ നാട്ടിലെത്തിയതിനു ശേഷമാണോ ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടായത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നവർ, ഒപ്പം പഠിച്ചിരുന്നവർ, ഒപ്പം യാത്ര ചെയ്തിരുന്നവർ തുടങ്ങിയവരെയൊക്കെ തന്നെ ട്രേസ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇയാൾ നാട്ടിലെത്തി വൈദ്യശാലകളിലും ആശുപത്രിയിലടക്കം 4-5 ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള അദ്ദേഹവുമായി ഇടപഴകിയ ആളുകളെ കൂടുതലായി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഇനിയും കൂടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതിൽ തന്നെ നേരിട്ട് ഇടപഴകിയവരെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല അങ്ങനെ നേരിട്ട് കൂടുതൽ ഇടപഴകിയവർക്ക് ഈ നിപ്പ പരിശോധന നടത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. നിപ്പ മറ്റൊരാൾക്ക് സ്ഥിരീകരിക്കാതിരിക്കാൻ ആണ് ഈ ഒരു നടപടികളൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹവുമായി കൂടുതൽ ഇടപഴകിയ ആളുകളുടെ സ്രവ പരിശോധനാ ഫലമാണ് ഇവിടെ നിർണായകമാകുന്നത്. എന്നുണ്ടെങ്കിലും ഇതിന്റെ നടപടികൾ ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6880 രൂപ, പവന് 55,040 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.